ഹായ് എവരിവൺ. അപ്പം നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഓണമൊക്കെ അടിച്ച് പൊളിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ നമ്മൾ വീണ്ടും പണ്ടത്തെ പോലെ സ്കൂളൊക്കെ തുറന്ന് പഠിപ്പും അതും ഇതുമൊക്കെ ആയിട്ട് പോവും. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞതിൻ്റെ സങ്കടത്തിലാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് തിരിച്ച് പോണത്. കളിച്ച് മതിയായില്ലായിരുന്നു, എന്നാലും നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ പുറപ്പെട്ടു. എത്ര നേരത്തെ പുറപ്പെട്ടാലും നമ്മുടെ അവിടുത്തെ ബ്ലോക്കല്ലേ, അതൊക്കെ കഴിഞ്ഞ് ഒന്ന് തൃശ്ശൂർ ടൗണൊന്ന് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ തന്നെ നേരം അത്യാവശ്യം പിടിക്കും കേട്ടോ. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾക്കാണെങ്കിൽ എപ്പോഴും വിശക്കും. അതിപ്പോൾ നമ്മുടെ കുറ്റമല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എല്ലായിടത്തും ഇറങ്ങണമല്ലോ, എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം പോകുന്നത്, കുറച്ച് 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീണ്ടും എല്ലാവരും കാര്യമായിട്ട് വിശന്ന് തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഉപ്മാവും പുഴുങ്ങിയ പഴമൊക്കെ മുമ്പ് നല്ല വാഴയുടെ ഇലയിൽ പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശന്ന് തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടി അത് കഴിക്കാനിരുന്നു. എൻ്റെ മക്കൾ എല്ലാവരും ഉപ്മാവ് വിരോധികളാണ്. അപ്പോൾ അവരാരും ഉപ്മാവ് കഴിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും നല്ല വിശപ്പായാലും എല്ലാവരും കഴിച്ചാലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഞാനിത് എടുത്തോളാൻ പറഞ്ഞത്. പക്ഷേ എത്ര വിശന്നാലും ഉപ്മാവ് കഴിക്കില്ല എന്നൊരു വാശിയിലാണ് എൻ്റെ ദിയക്കുട്ടി അവിടെ ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും കൂടി ഉപ്മാവും പഴം പുഴുങ്ങിയതൊക്കെ കൂടി കഴിച്ച് നല്ല വിശപ്പൊക്കെ മാറ്റിയിരുന്നു. നല്ല വെയിലായിരുന്നു അവിടെ, അതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോന്നപ്പോൾ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും നിർത്തി. അപ്പോൾ അവരൊരു മിഠായിയൊക്കെ വാങ്ങി കഴിച്ചു. ഞങ്ങൾ 2 ചായയും കുടിച്ച് വീണ്ടും അവിടുന്ന് യാത്ര തുടർന്നു. യാത്ര തുടർന്ന് എത്തണ്ടേ, കേരളത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റത്ത് വരെ എത്തണ്ടേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം പോകുന്നപ്പോൾ പിന്നെ വീണ്ടും വിശന്ന് ഞങ്ങൾ പട്ടിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി. നേരം 3 മണിയായി കേട്ടോ. അപ്പോൾ പിന്നെ ചോറ് എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് പിന്നെ ചോറിന് പകരം കിട്ടിയിട്ട് ബിരിയാണി. 3 മണിക്ക് ആരാ നമുക്കിപ്പോൾ ചോറ് കൊണ്ടുവന്ന് തരിക. അങ്ങനെ ബിരിയാണിയുടെ കൂടെ നമ്മുടെ കോഴിമുട്ട പുഴുങ്ങിയത് കണ്ട സന്തോഷത്തിലാണ് എൻ്റെ പിള്ളേർ. 2 ആൾക്കും ഏത് കോഴിമുട്ടയാണ് വലിപ്പം കൂടുതൽ, ആർക്ക് കിട്ടിയതാണ് വലുത് എന്ന കൺഫ്യൂഷനിലാണ് കേട്ടോ അവർ. പിന്നെ കുറച്ച് നേരം വലിപ്പം നോക്കിയൊക്കെ ഇരുന്നപ്പോൾ അവരെ ക്ഷമ കെട്ട് 2 പേരും കഴിച്ചു തുടങ്ങി. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. തലശ്ശേരി ദം ബിരിയാണി എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ദം ബിരിയാണി പോലൊന്നും നമുക്ക് തോന്നില്ല. നമ്മൾ ഈ റൈസ് വേറെ വെച്ച് ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പായതുകൊണ്ട് ആരും ടേസ്റ്റിനെ പറ്റിയും അതിൻ്റെ ഗുണത്തെ പറ്റിയൊന്നും ആലോചിച്ചില്ല. എല്ലാവരും നന്നായി അടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ